ഹായ് ഗേസ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമാണോ? വീക്കെൻഡായിട്ട് എന്താ പരിപാടി എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു മൂവിക്ക് പോകാമെന്ന്. അപ്പോൾ ഓൺലൈനിൽ മൂവി നോക്കിയപ്പോൾ ഇവിടെ ചാക്കോച്ചൻ്റെ പുതിയ മൂവി ഉണ്ടല്ലോ, ഓഫീസർ ഓൺ ഡ്യൂട്ടിയും, അതേപോലെ ഉണ്ണിമുകുന്ദൻ്റെ പുതിയൊരു മൂവി ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ണിമുകുന്ദൻ്റെ മൂവിക്ക് പോകാനാണ് താല്പര്യം, ഹസ്ബൻഡിന് ചാക്കോച്ചൻ്റെ മൂവിക്കും. ലാസ്റ്റ് പിന്നെ ഞാൻ ബാവാൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് നമുക്കിന്ന് ചാക്കോച്ചൻ്റെ മൂവി കാണാൻ പോകാമെന്ന്. അങ്ങനെ തിയേറ്ററിലെത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ ഫിലിം കാണിക്കാൻ പറ്റില്ല എന്ന്. ചാക്കോച്ചൻ്റെ കേട്ടോ, അതിൽ കൂടുതൽ വയലൻസ് ഉള്ള കാരണം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ മിനിസ്ട്രി അറിയുകയാണെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. അത് ഇവർക്ക് ഈ തിയേറ്ററിൻ്റെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് മോൻ അവിടെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ പോസ്റ്റർ ഉണ്ട്. അപ്പോൾ മോനക്ക് അത് കാണണം. അപ്പോൾ മോനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമെന്ന് ഞങ്ങൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവരാണ് അത് കുഴപ്പമില്ല, അവിടെ അവരെ കെയർ ചെയ്യാൻ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്കൊരു മൂവിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം അവനക്കുണ്ടായിരുന്നു. അങ്ങനെ മോനക്കുള്ള ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കുള്ള ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ മോർണിംഗ് കൂട്ടിങ്ങാണ്ട് അവൻ്റെ കെയർ ടേക്കർ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അവർ ഞങ്ങളോട് വീണ്ടും പറഞ്ഞത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ചാക്കോച്ചൻ്റെ മൂവി ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന വയലൻസ് കൂടുതലുള്ള കാരണമാണെന്ന്. ഇതും കൂടി കേട്ടപ്പോൾ പിന്നെ എൻ്റെ മനസ്സങ്ങോട്ട് മാറിയിട്ടാ. ഓൾറെഡി വയലൻസ് മൂവിയുള്ള കാരണം ഇത് കാണാൻ വരാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. പിന്നെ ബാവ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ബാവാന്നാട്ടാ വിളിക്കാം, മൂപ്പരാൾക്ക് അങ്ങനെ വിളിക്കണതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ബാവനോട് വെറുതെ ചോദിച്ച് നമുക്ക് ടിക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ അവർക്ക് എന്ന്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് മാനേജറോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്കുള്ള ടിക്കറ്റ് അവർ ചേഞ്ച് ചെയ്ത് തന്ന്. ഞാൻ ഗെറ്റ് സെറ്റ് ബേബിക്കുള്ള മൂവിക്കും കയറി, ഹസ്ബൻഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കുള്ള മൂവിക്കും കയറി. അങ്ങനെ ഒരു ഫിലിമിന് ഇറങ്ങിയിട്ട് 3 പേര് 3 ഫിലിം കാണേണ്ട ഒരു അവസ്ഥയായിട്ടാ. നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ തിയേറ്ററിലേക്ക് പോയപ്പോഴേ വേറെ ഒരാൾ ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 3 പേരും കണ്ട ഫിലിം 3 പേർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.